السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ പണ്ഡിതന്മാർ, മറ്റു ഈ നാട്ടിലെ കമ്മിറ്റി ഭാരവാഹികൾ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രിയമുള്ള എൻ്റെ നാട്ടുകാർ, ഉമ്മപെങ്ങന്മാർ, വളരെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസും കൂടിയാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ ഒരു മജ്ലിസിൽ വഅദ് പറയുമ്പോൾ കേൾക്കാനിരിക്കുന്ന ഓരോരുത്തരെയും പരിചയമുണ്ടാകുന്ന ഒരു സദസ്സാണ് ഈ സദസ്സ് എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഈ മജ്ലിസിനിക്കുണ്ട്. സാധാരണ വഅദ് പറയാൻ പോകുമ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രമായിരിക്കും പരിചയമുണ്ടാവുക. പക്ഷേ നമ്മുടെ ഈ മജ്ലിസ് നോക്കുമ്പോൾ പരിചയമില്ലാത്ത ഒരു മുഖം പോലും ഇല്ലാത്ത ഒരു മജ്ലിസാണ്. അതാണ് ഒരു നാട്ടിൽ വഅദ് പറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു കോണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരപ്പു എന്ന് പറയുമ്പോൾ പണ്ടുകാലം മുതൽ തന്നെ ഇൽമിനോട് വലിയ ബന്ധമുള്ള നാടാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ മുത്തഅല്ലിമീങ്ങളും പണ്ഡിതന്മാരും ധാരാളമുള്ളൊരു നാടാണ് പരപ്പു. നമ്മുടെ ഈ മജ്ലിസ് തന്നെ നോക്കിയാൽ ധാരാളം പണ്ഡിതന്മാർ നിലനിൽക്കുന്ന ഒരു മജ്ലിസാണ്. ഈ മഹാന്മാരുടെ മുമ്പിൽ വഅദ് പറയുക എന്ന് പറയുന്നത് ഒരു അദബ് കേടാകുമോ എന്നും ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട്. ബറക്കത്തിന് വേണ്ടി അല്പം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മുടെ ഈ നാട് എന്ന് പറയുമ്പോൾ ഒരു 3 കൊല്ലത്തോളം ഞാൻ ഇവിടെ മദ്രസ പഠിച്ചതും ഇവിടെയാണ്. മാത്രമല്ല മറ്റു മീലാദുൻ നബിയുടെ ഒക്കെ വേദികളിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ ഈ നാട്ടിൽ വലിയ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. മാത്രമല്ല എന്റെ കുടുംബം അറിയപ്പെടുന്നത് തന്നെ ഈ നാട്ടിന്റെ പേരിലാണ്. മാത്രമല്ല എന്റെ ഉപ്പാപ്പയും ഉമ്മാമയും മറവിട്ട് കിടക്കുന്ന മഖ്ബറയാണ് ഈ പള്ളിയുടെ പരിസരത്തുള്ളത്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ചൊല്ലുന്നതിന്റെയും കേൾക്കുന്നതിന്റെയും സർവ്വ അഅ്മാലുകളുടെയും മിസ്ലു സവാബ് അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ആമുഖമൊന്നും നീട്ടുന്നില്ല, കാരണം സമയം വളരെ വൈകിപ്പോയി. മഹാനായ തങ്ങളവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും. അതുവരെ ഒരൽപ്പം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. സഹോദരങ്ങളെ, ധാരാളം അഅ്മാലുകൾ ചെയ്യുന്നവരാണ് നാം, ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നവരാണ് നാം. എന്താണ് ഇബാദത്ത്? അല്ലാഹുവിന് വേണ്ടി നാം സമർപ്പിക്കുന്നതെല്ലാം അത് ഇബാദത്താണ്. നാം നിസ്കരിക്കുന്ന നമസ്കാരങ്ങളും നാം നോൽക്കുന്ന നോൻപുകളും നാം ചൊല്ലുന്ന ദിക്റും സ്വലാത്തുകളും നേരത്തെ നാം ചൊല്ലിവെച്ച റാത്തീബുകളും ഇങ്ങനെ തുടങ്ങി ധാരാളം ഇബാദത്തുകൾ എടുക്കുന്നവരാണ് നാം. പക്ഷേ നാളെ ആഖിറത്തിലെത്തിയാൽ
എന്റെ അഅ്മാലുകളെ കൊണ്ട് ഞാൻ വിജയിക്കും എന്ന് പറയാൻ എനിക്കോ ഞങ്ങൾക്കാർക്കും ധൈര്യമില്ലാത്ത വിഷയമാണ്. ഞാൻ നിസ്കരിച്ച നിസ്കാരം കൊണ്ട് ഞാൻ വിജയിക്കും, ഞാൻ നോറ്റ നോമ്പ് കൊണ്ട് ഞാൻ വിജയിക്കും എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമില്ല എന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയ വിഷയമാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, ആരെങ്കിലും സ്വന്തം അമലുകളെ കൊണ്ട് വിജയിക്കുമെന്ന് വിചാരിച്ചാൽ അത് വലിയ ശുദ്ധ മണ്ടത്തരമാണെന്ന് മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എന്നാൽ അള്ളാഹുവിന്റെ മഅ്ശറയിലെത്തുമ്പോൾ, അള്ളാഹുവിന്റെ ആഖിറത്തിലെത്തുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുക, ആരാണ് യഥാർത്ഥത്തിൽ വിജയികളാവുക എന്ന് ചിന്തിക്കുമ്പോൾ അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പറയുന്നുണ്ട്, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ ആഖിറത്തിലെത്തിയാൽ, പരലോകത്തിലെത്തിയാൽ അവിടെ വിജയിക്കണോ? നിങ്ങൾക്ക് വേണ്ടതെന്താണ്? ബിഖൽബിൻ സലീം. സലീമായ ഹൃദയം കൊണ്ട് ആരാണോ റബ്ബിന്റെ അടുക്കലെത്തുക, സലീമായ ഹൃദയം കൊണ്ട് ആരാണോ അല്ലാഹുവിന്റെ അടുക്കലെത്തുക, അവനല്ലാതെ ആരും റബ്ബിന്റെ അടുക്കൽ വിജയിക്കുന്നില്ല. അല്ലാഹുവിന്റെ ആഖിറത്തിലെത്തിയാൽ അവിടെ വിജയിക്കാനുള്ള ഒരൊറ്റ മാനദണ്ഡം എന്താണ്? നമ്മുടെ ഹൃദയം നന്നായിട്ടുണ്ടോ, നമ്മുടെ ഖൽബ് നന്നായിട്ടുണ്ടോ, അസൂയകളില്ലാത്ത, കൽമഷങ്ങളില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ആരെയും ചെറുതാക്കി കാണാത്ത ഹൃദയമാർക്കാണോ അവനാണ് നാളെ ആഖിറത്തിലെത്തുമ്പോൾ വിജയിയാകുന്നത്. സഹോദരങ്ങളെ, നാം വിജയിക്കണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ട പരിപാടിയാണ് നമ്മുടെ ഖൽബിനെയൊന്ന് നന്നാക്കിയെടുക്കുക, നമ്മുടെ ഹൃദയമൊന്നു നന്നാക്കിയെടുക്കുക. അങ്ങനെ നന്നാക്കിയെടുത്താൽ വേറെയൊന്നും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. അപ്പൊ ഏറ്റവും വലിയ ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം എന്നുള്ളത് അവന്റെ ഹൃദയം നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അവന്റെ ഹൃദയം നന്നാക്കിയെടുക്കേണ്ടത്? എങ്ങനെയാണ് അവന്റെ ഖൽബ് നന്നാക്കിയെടുക്കേണ്ടത്? മഹാന്മാർ ധാരാളം വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. അക്കൂട്ടത്തിൽ മഹാനായ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന 5 മാർഗങ്ങൾ, അതേ മാർഗങ്ങൾ മഹാനായ സൈനുദ്ദീനിൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടത്തെ ലോക പ്രശസ്ത ഗ്രന്ഥമായ അദ്കിയയിൽ പറഞ്ഞു തരുന്നു. വദവാഉ ഖൽബിൻ ഖംസതും ഫതിലാവതു ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. 5 മാർഗങ്ങളാണ് മഹാനവറുകൾ പരിചയപ്പെടുത്തുന്നു. നിന്റെ ഹൃദയം നന്നാകണോ? 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഒരു ദിവസം മതിയാവില്ല, അത്രത്തോളം വിഷയങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു ചെല്ലുന്നില്ല. അങ്ങനെ നിന്റെ ഹൃദയം നന്നാകാനുള്ള 5 മാർഗങ്ങളിൽ അവസാനമായി മഹാനവറുകൾ പറയുന്നു, വമുജാലസാതുസ് സാലിഹീനൽ ഫുളലാ. നിന്റെ ഹൃദയം നന്നാകാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്നറിയോ? നിന്റെ ഖൽബ് നന്നാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? നിന്റെ ഹൃത്തടമൊന്ന് ക്ലിയറാവാൻ ഏറ്റവും സുലഭമായ മാർഗം ഏതാണ്? വമുജാലസാതുസ് സാലിഹീനൽ ഫുളലാ.
ശ്രേഷ്ഠന്മാരായ സജ്ജനങ്ങളുമായി ബന്ധത്തിലേർപ്പെടുക, നല്ലവരുമായി ബന്ധത്തിലേർപ്പെടുക, നല്ലവരുമായി ചങ്ങാത്തം കൂടുക, നല്ലവരുമായി ഇഷ്ടം വെക്കുക. നാം ഉദ്ഘാടന പ്രസംഗത്തിൽ കേട്ടുകഴിഞ്ഞു. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹം വെക്കുന്നവൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവൻ, അവന് നാളെ അർശിന്റെ തണലുണ്ട് എന്ന് ഉസ്താദ് പരിചയപ്പെടുത്തി തന്നു. അക്കൂട്ടമാണ്, ആ മാർഗമാണ് നിങ്ങളുടെ ഹൃദയം നന്നാകാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം. ശ്രേഷ്ഠന്മാരായ നല്ലവരുമായി ബന്ധത്തിലേർപ്പെടുക, സ്വാലിഹീങ്ങളുമായി ഇഷ്ടത്തിലേർപ്പെടുക. അങ്ങനെ സ്വാലിഹീങ്ങളുമായി ബന്ധത്തിലേർപ്പെട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്താണ്? നമ്മുടെ ഹൃദയം നന്നാകുന്നു. ഇന്ന് നാം ഇവിടെ മജ്ലിസ് സംഘടിപ്പിച്ചില്ലേ? എന്തിനാണ് ഈ മജ്ലിസ് സംഘടിപ്പിച്ചത്? മഹാനായ അഹ്മദുൽ കബീറുർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കുന്ന മജ്ലിസല്ലേ? ഈ മജ്ലിസിന് മുമ്പ് ഇവിടെ നല്ല റാത്തീബ് നടന്നില്ലേ? അങ്ങനെ നല്ലവരെ സ്മരിക്കുന്ന മജ്ലിസുകള്, സ്വാലിഹീങ്ങളെ ഇഷ്ടം വെക്കുന്ന മജ്ലിസുകൾ നമ്മുടെ ഹൃദയത്തെ നന്നാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്, നല്ലവരെ സ്മരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന് ആത്യന്തികമായുള്ള ലക്ഷ്യമാണ്. അല്ലാതെ ഇന്നു കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത് പോലെ മഹാന്മാരെ സ്മരിക്കൽ ശിർക്കാണ്, മഹാന്മാരെ അനുസ്മരിക്കൽ പാടില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ വരെ എത്തിപ്പെട്ടു. അല്ലാഹു തആല നമ്മുടെ നാടിനെയും നമ്മുടെ വീട്ടുകാരെയും സന്താന പരമ്പരകളെയും ബിദ്അത്തിന്റെ ശർറിനെ തൊട്ട് അല്ലാഹു കാത്തു സലാമത്താക്കുമാറാകട്ടെ. ആ ശർറുകളിലൊന്നും ഏർപ്പെടാതെ നല്ല രീതിയിൽ ഇനിയും നല്ല സ്മരണകൾ നടത്താൻ നമ്മുടെ ഈ കമ്മിറ്റിക്ക് സാധിക്കണം. 46ാമത്തെ വാർഷികമാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ കൊല്ലമായി തുടങ്ങിക്കഴിഞ്ഞു. അല്ലാഹു തആല ഇനിയും നിലനിർത്തി തരുമാറാകട്ടെ. അങ്ങനെ മഹാന്മാരുമായി ബന്ധത്തിലേർപ്പെടുക, നല്ലവരുമായി ഇഷ്ടത്തിലേർപ്പെടുക, നല്ലവരുമായി ബന്ധമുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയം നന്നാകാനുള്ള മാർഗമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയം കൊണ്ട് ആരാണോ എന്റെ അടുക്കലെത്തുക അവനാണ് വിജയിക്കുന്നവൻ. ആ സലീമായ ഹൃദയം വേണോ? പരലോകത്ത് രക്ഷപ്പെടുന്ന ഹൃദയം വേണോ? നരകം തൊടാതെ സ്വർഗത്തിലെത്തണോ? അതിനുള്ള മാർഗമാണ് വമുജാലസാതുസ് സാലിഹീനൽ ഫുളലാ. നല്ലവരുമായി നല്ല ബന്ധത്തിലേർപ്പെടുക, നല്ലവരുമായി നല്ല ബന്ധമുണ്ടാക്കുക. മഹാന്മാരായ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരെ അനുസ്മരിക്കുന്ന മജ്ലിസിൽ നിറസാന്നിധ്യമാവുക. അത് നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരുന്നു. അതുകൊണ്ട് മഹാന്മാരെ സ്മരിക്കുന്നവരാകണം, അനുസ്മരിക്കുന്നവരാകണം. അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ശാന്തമാവുക. നിന്റെ ഹൃദയത്തിന് ടെൻഷൻ ഇല്ലാത്ത ഹൃദയം വേണോ? നിനക്ക് പേടിയില്ലാത്ത ഖൽബ് വേണോ? നിനക്ക് ഭയം വരാത്ത ഹൃദയം വേണോ? ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും റബ്ബിനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുവിനെ ധാരാളം ദിക്റ് ചൊല്ലുന്നവരാകണം. പക്ഷേ കേവലം റബ്ബിന്റെ ദിക്റ് മാത്രം മതിയാകുമോ? അല്ലാഹുവിനെ മാത്രം ഓർത്താൽ മതിയാകുമോ? ഒരിക്കലും ഇല്ല.
ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ധാരാളം മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോക പ്രശസ്ത ഗ്രന്ഥമായ അശ്ശിഫ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അലാ ബിദിക്രില്ലാഹ്, ഈ ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ മാനദണ്ഡം എന്താണ്? ഈ ദിക്റുല്ലാഹിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ദിക്റുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കലാണ്. എന്നെ പോലോത്ത ചെറിയ മുതഅല്ലിമിന്റെ വാക്കല്ല, ലോക പ്രശസ്ത പണ്ഡിതനായ മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയാൻ, റബ്ബിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ, റബ്ബിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദിക്റുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ സ്മരിക്കലാണ്, നേതാവായ നബി തങ്ങളെ അനുസ്മരിക്കലാണ്. അതുകൊണ്ട് നോക്കുമ്പോ സഹോദരങ്ങളെ, മഹാന്മാരെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് തുമഅനീനത്തു ലഭിക്കാനുള്ള കാരണമാണ്. നമ്മുടെ ഹൃദയം നന്നാകാനുള്ള മാർഗം എന്താണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ പറയുന്നുണ്ട് ദിക്റുസ് സാലിഹീൻ, മഹാന്മാരെ സ്മരിക്കലും ഈ ദിക്റുല്ലാഹ് എന്ന് പറയുന്ന ആശയത്തിൽ ഉൾപ്പെട്ടതാണ്. മഹാന്മാരെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞതും നമ്മുടെ ഇസ്ലാമിൽ പെട്ടതു തന്നെയാണ്. മാത്രമല്ല, മഹാന്മാരെ സ്മരിക്കലല്ലാതെ, സജ്ജനങ്ങളെ അനുസ്മരിക്കലല്ലാതെ നമുക്ക് വിജയിക്കാൻ ഒരു മാർഗവും ഇല്ല. അത് നാം മനസ്സിലാക്കിയെടുക്കണം. യഥാർത്ഥത്തിൽ ഒരാൾ വിജയിക്കണമെങ്കിൽ അവനുള്ള ഒറ്റ മാർഗം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഉ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ശരീഅത്തിന് എതിരായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നാം ഒരിക്കലും വലിയ ആൾക്കാരാകുന്നില്ല. നിനക്ക് നാളെ ആഖിറത്തിൽ വിജയിക്കണോ? നീ ചെയ്യേണ്ടത് ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സഹാബത്തി വത്താബിഈൻ, നബിതങ്ങളെ അനുസ്മരിക്കുക, അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ നമുക്ക് വിജയിക്കാൻ ഒരു മാർഗവും ഇല്ല. പക്ഷേ ഇന്നു കാലഘട്ടങ്ങളിൽ, ഈ ആധുനികതയിൽ നാം ഇബാദത്ത് ചെയ്യുന്നത് ഒഴിവാക്കുകയാണ്. എനിക്ക് നിസ്കാരം ആവശ്യമില്ല, ഞാൻ നിസ്കാരം നിർവഹിക്കേണ്ടവനല്ല, ഞാൻ യഖീന് ലഭിച്ചവനാണ്, എനിക്ക് നോമ്പ് നിർബന്ധമില്ല, എനിക്ക് മറ്റു ആരാധനകളൊന്നും വേണ്ട, ഞാൻ വലിയ ശൈഖാണെന്ന് പറഞ്ഞു വരുന്നവരെ ശർറിനെ തൊട്ട് നാം സൂക്ഷിക്കണം. അല്ലാഹു കാത്തു സലാമത്താക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ശരീഅത്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ത്വരീഖത്ത് ഇല്ല. റബ്ബിലേക്കുള്ള വഴി, ആ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് ശരീഅത്താണ്. ഇത്തിബാഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കലാണ്. ആ നബിതങ്ങളുമായി ബന്ധമുള്ള സ്വഹാബത്തിനെ അനുസ്മരിക്കലാണ്. ആ സ്വഹാബത്തിനു ശേഷം നല്ല രീതിയിൽ ജീവിതം നയിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും സ്മരിക്കലാണ്. അങ്ങനെ സ്മരിച്ചാൽ മാത്രമേ നാളെ ആഖിറത്തിലെത്തുമ്പോ നമുക്ക് സലീമായ ഹൃദയമുണ്ടാവുകയുള്ളൂ. മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു അവിടത്തെ സയ്യിദുൽ ഖാതിർ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പ്രയാസം വന്നാൽ, എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ, എനിക്കെന്തെങ്കിലും നേടാൻ ആഗ്രഹം വന്നാൽ ഞാൻ ചെയ്യുന്ന പണി എന്താണ്? ഫലജഅതു ഇലാ സിയാറത്തി ഖുബൂരിസ് സാലിഹീൻ.
സജ്ജനങ്ങളുടെ ഖുബൂറുകളിൽ, സജ്ജനങ്ങളുടെ മഖാമുകളിൽ ചെന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അവരെ അങ്ങ് സിയാറത്ത് ചെയ്യുകയാണ്, മഹാന്മാരായ ഔലിയാക്കളെ തവസ്സുൽ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വലിയ സമാധാനമുണ്ടാകുന്നു. നമുക്ക് വിജയിക്കണോ? മഹാന്മാരെ പിടിക്കുന്നവരാകണം. നമ്മുടെ ഈ പരപ്പു ജമാഅത്ത് പിടിച്ചതുപോലെ മഹാനായ റിഫാഈ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കാൻ കഴിവുള്ളവരാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും വഅർജു അൻ നാല ബിഹിം ശഫാഅ. ഞാൻ സജ്ജനങ്ങളിൽ പെട്ടവനല്ലെങ്കിലും എനിക്ക് സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. പറയുന്നത് ആരാണ്? മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ലോകത്ത് എത്ര വലിയ വിജ്ഞാനത്തിന്റെ കൊട്ടാരമാണ് പണിതു വെച്ചത്. മഹാനായ സ്വർഗമുറപ്പായ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സ്വാലിഹായ മനുഷ്യനല്ലെങ്കിലും എനിക്ക് സ്വാലിഹായ ജനങ്ങളെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. ആ സ്വാലിഹീങ്ങളെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ആ മഹാന്മാരെ സ്മരിച്ചതുകൊണ്ടെങ്കിലും നാളെ ആഖിറത്തിലെത്തുമ്പോ എനിക്ക് ശഫാഅത്ത് കിട്ടുമല്ലോ. ഞാൻ നാളെ വിജയിക്കണമെങ്കിൽ എന്റെ മഹാന്മാർ, ഞാൻ സിയാറത്ത് ചെയ്ത മഹാന്മാർ, എന്റെ ഗുരുനാഥന്മാർ, അവരൊക്കെ എനിക്ക് ശഫാഅത്ത് ചെയ്താലല്ലാതെ ഞാൻ നാളെ ആഖിറത്തിൽ വിജയിക്കൂല. പറയുന്നതാരാണ്? ഒരു ദിവസം മുഴുവൻ ഖുർആൻ ഖത്മോദിയിരുന്ന മഹാനാണ്. ഓരോ ദിവസവും ഓരോ ഖത്മുകൾ ഓതിയിരുന്ന മഹാനാണ്. ഒരു പേജ് വരെ ഓതാത്ത ദിവസങ്ങൾ നമ്മളിൽ എത്ര കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു പേജ് വരെ തൊടാൻ പറ്റാതെ ബിസിയായി പോയ എത്ര ദിവസങ്ങൾ നമുക്ക് കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും ഓരോ ഖത്മ് തീർക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ആ മഹാന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. ഞാൻ എന്റെ ഖുർആൻ ഓത്തുകൊണ്ട് ഞാൻ നാളെ വിജയിക്കില്ല, എന്റെ നിസ്കാരം കൊണ്ട് ഞാൻ വിജയിക്കില്ല, എന്റെ അഅമാലുകളെ കൊണ്ട് ഞാൻ വിജയിക്കുമെന്ന ബോധം എനിക്കില്ല. മറിച്ച് ലഅല്ലി വഅർജു അൻ നാല ബിഹിം ശഫാഅ. ആ മഹാന്മാരില്ലേ, ഞാൻ സ്മരിച്ചെടുത്ത സ്വാലിഹീങ്ങളില്ലേ, ആ സ്വാലിഹീങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്താലല്ലാതെ നാളെ ഞാൻ പ്രയാസപ്പെടുമ്പോ എന്റെ കൈ പിടിച്ചുയർത്താ ഞാൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളില്ലെങ്കിൽ ഞാൻ എന്തു പരാജയമാണ്. ഇതാണ് നമ്മുടെ നേതൃത്വങ്ങളായ മഹാന്മാർ കിതാബുകളിൽ എഴുതിയത്. മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾക്ക് അവിടുന്ന് സിയാറത്ത് ചെയ്യലാണ് അവിടത്തെ പരിഹാരം. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾക്ക് അവിടത്തെ സ്വാലിഹീങ്ങൾ കൈപിടിച്ചുയർത്തലാണ് അവിടത്തെ വിജയം. മഹാനായ ഇമാമുൽ ബൂസീരി റളിയല്ലാഹു അൻഹുവിനിക്ക് അവിടുന്ന് ഹബീബായ തങ്ങളുടെ പേരുണ്ട് എന്ന സമാധാനമാണ്. അവർക്കെല്ലാം പ്രതീക്ഷ മഹാന്മാരോടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, വമുജാലസാതുസ് സാലിഹീനൽ ഫുളലാ. നമുക്ക് വിജയികളാകണോ? നാളെ ആഖിറത്തിലെത്തുമ്പോ വിജയികളാകണോ? നിങ്ങൾ നല്ലവരുമായി ബന്ധമുള്ളവരാകണേ, നല്ലവരുമായി ബന്ധമേർപ്പെടുന്നവരാകണേ, നാട്ടിലെ ഉസ്താദന്മാരോട് സ്നേഹബന്ധം പുലർത്തുന്നവരാകണേ, അവരോട് ദുആഇന് വസിയ്യത്ത് ചെയ്യുന്നവരാകണേ, അവരോട് എല്ലാ വിഷയങ്ങളും മുശാറ ചെയ്യുന്നവരാകണേ.
നാട്ടിലെ പണ്ഡിതന്മാരോട് നല്ലവരുമായി ബന്ധത്തിലേർപ്പെടുക. ഇതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കി വെക്കണം. ആര് എന്തു പറഞ്ഞാലും നാം പഠിച്ച ഈ ഹഖീഖത്ത്, അതാണ് യഥാർത്ഥത. നാം വിജയിക്കണോ? അതിനുള്ള ഒറ്റ മാർഗമാണ് വമുജാലസാത്തു സ്വാലിഹീനൽ ഫുദ്ദലാ, മഹാന്മാർ കാണിച്ചു തന്ന വഴികളിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയിക്കാനുള്ള ഒറ്റ മാർഗം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇന്നത്തെ ആധുനിക സൈക്കോളജികളൊക്കെ തോറ്റുപോകുന്ന വലിയ സൈക്കോളജിയുടെ ആളായിരുന്നു, വലിയ മനഃശാസ്ത്രജ്ഞനായിരുന്നു. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കള് സാലിഹീങ്ങളാകണോ? നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ മക്കളൊന്ന് നന്നായി കിട്ടുക, എന്റെ മോനൊന്ന് സാലിഹാവുക, എന്റെ മകനൊന്നു നല്ല 5 നേരം നിസ്കരിക്കുന്നവനാവുക, പള്ളിയുമായി ബന്ധമുള്ളവനാവുക, എന്റെ മകൻ നല്ല ദീനീ ചൗക്കട്ടിൽ ജീവിക്കുന്നവനാവുക, എന്റെ മകൻ ദീനീയായ വിഷയങ്ങളിൽ വളർച്ചയുള്ളവനാവുക എന്ന് ആഗ്രഹിക്കാത്ത ഒരു പിതാവും ഉണ്ടാവില്ല, ഒരു മാതാവും ഉണ്ടാവില്ല. മക്കള് നന്നാകാൻ മഹാനവറുകൾ ധാരാളം വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, നിന്റെ മകൻ നന്നാകണോ? അതിന് ശ്രദ്ധിക്കേണ്ട മാർഗമാണ് സിയാനത്തുൻ അൻ ഖുറനാഇസ്സൂ. നിന്റെ മകൻ നന്നാകണമെങ്കിൽ ഖുറനാഇസ്സൂകളെ തൊട്ട് നീ രക്ഷപ്പെട്ടവനാകണം. നിന്റെ മക്കളെ രക്ഷപ്പെടുത്തണം. കൂട്ടത്തിൽ ജീവിക്കുന്ന മോശമായ ജനങ്ങളിൽ നിന്നുള്ള ചങ്ങാതിപ്പാട് ഒഴിവാക്കണം. അപ്പോഴാണ് നിന്റെ മകൻ നന്നാവുക. നിന്റെ മകൻ നന്നാകാനുള്ള ഏറ്റവും വലിയ മാർഗം മഹാനായ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അടിവരയിടുന്നു, മോശമായ കൂട്ടുകാരിൽ നിന്ന് അവനെ ഒന്ന് ദൂരെയാക്കുക, നല്ലവരുമായി ബന്ധത്തിൽ ഏർപ്പെടുത്തുക. നിന്റെ മക്കള് നന്നാകും. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ആദ്യമായി നാം പരിശീലിക്കേണ്ടത് നമ്മുടെ മക്കളുടെ കൂട്ടുബന്ധം എങ്ങനെയുള്ള ബന്ധമാണ്, എന്റെ മോന്റെ ചങ്ങാതിമാർ എങ്ങനെയുള്ള ചങ്ങാതിമാരാണ്, എന്റെ മോന് കൂടുന്ന കൂട്ടം എങ്ങനെയാണ്. ആ കൂട്ടമൊന്നു നന്നായാൽ ആ മോനതാ ഓട്ടോമാറ്റിക്കായി നന്നാകുന്നു. എന്തു പരിഹാരം വേണമെങ്കിലും നല്ലവരുമായി ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ് മാർഗം. ആ ഒരു മാർഗമാണ് നാം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇത്രയും കൊല്ലം നാം ഇവിടെ ഈ ദഫ്റാത്തീബ് നടത്തി വരുന്നു. അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. മഹാനായ അഹ്മദുൽ കബീറുർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കുന്ന ഒരു നാളാണല്ലോ ഇന്നത്തെ ഈ ദിവസം നാം ഇവിടെ ഈ മജ്ലിസ് ഉണ്ടാക്കി വെച്ചത്. നാം അറിഞ്ഞു, ഈ പള്ളിയിൽ 3 മാസത്തിലൊരിക്കൽ ആ റാത്തീബ് നടക്കാറുണ്ട്. അതിന് നാം എത്തുന്നവരാണ്. അല്ലാഹു ഇനിയും എത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ മഹാന്മാരെ സ്മരിക്കുക എന്നുള്ളത് അതാണ് ഒറിജിനൽ ഇസ്ലാം. അല്ലാതെ ഇസ്ലാം അതിൽ നിന്ന് ഒരിക്കലും വ്യതിരിക്തം അല്ല. ഇസ്ലാമിൽ പ്രധാന കാര്യമാണ് മുജാലസത്തു സ്വാലിഹീൻ, മഹാന്മാരെ അനുസ്മരിക്കുക, നല്ലവരുമായി ബന്ധത്തിലേർപ്പെടുക, നല്ലവരുമായി ഇഷ്ടത്തിലാവുക എന്നുള്ളത് നമ്മുടെ വിജയത്തിന് വലിയ കാരണമാണ്. ആരാണ്? മഹാനായ അഹ്മദുൽ കബീറുർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിക്കണ്ടേ? നമ്മളെപ്പോലെ ചീഞ്ഞിനാറിയ ദുനിയാവിന് വേണ്ടി ജീവിച്ചയാളല്ല അവർ. ആരും എന്നെയൊന്ന് സ്മരിക്കണമെന്ന് ആഗ്രഹിച്ചവരല്ല, എന്നെയൊന്ന് ജനങ്ങളൊന്ന് എന്നെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിച്ചവരല്ല. എന്നെ ജനങ്ങളൊന്ന് സ്മരിക്കട്ടെ, എന്റെ പേരിൽ ദഫ്റാത്തീബുകൾ നടത്തട്ടെ, എന്റെ പേരിൽ വഅദ് മജ്ലിസുകൾ നടക്കട്ടെ എന്നൊരിക്കലും ആഗ്രഹിച്ചവരല്ല. മറിച്ചവരാരാണ്? മഹാനായ ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു മഹാനായ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ തർജുമ എഴുതുമ്പോ ആദ്യമായി എഴുതുകയാണ് ഹുവ സാഹിദുൻ. സുബ്ഹാനല്ലാഹ്. മഹാനായ അഹ്മദുൽ കബീറുർ റിഫാഇ തങ്ങളുടെ തർജുമ എഴുതാൻ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ പറയാണ് ഹുവ സാഹിദുൻ. ഒന്നാമത്തെ അവിടുത്തെ സിഫത്താണ് സാഹിദുൻ. ലോകത്തോട് ഈ ദുനിയാവിനെ ഒരൽപ്പം പോലും വില കൽപ്പിക്കാത്ത മഹാനായിരുന്നു.
ദുനിയാവിനെ ഇഷ്ടം വെക്കാത്ത ആളായിരുന്നു. ദുനിയാവിന്റെ സ്ഥാനമാനങ്ങൾ ഒന്നും കൊതിക്കാത്ത ആളായിരുന്നു. ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് വളരെ വിപരീതമായൊരു സ്വഭാവമാണ്. ദുനിയാവിനെ വെടിഞ്ഞു ജീവിക്കുന്ന മഹാനായിരുന്നു. അവിടെന്ന് പറയാൻ അല്ലാഹുവിനെ അറിഞ്ഞ മഹാനാണ് അഹ്മദുൽ കബീർ ഇബ്നു അലി ഇബ്നു ഹസൻ റിഫാഅത്തുൽ മക്കി. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ അറിഞ്ഞ മഹാനാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കിയ മഹാനാണ്. ആ മഹാനായ റിഫാഇ ശൈഖ് തങ്ങളെ സ്മരിക്കുന്ന നാളാണല്ലോ, ആ മഹാനവറുകളെ സ്മരിക്കുന്ന മജ്ലിസ് ആണല്ലോ. അതുകൊണ്ട് അവരെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മഹാനവറുകൾ ജനിച്ചതെപ്പോഴാണ്? പഠിച്ചു വെക്കണം, ഒരിക്കലും മറന്നു പോകരുത്. കാരണം നാളെ ആഖിറത്തിലെത്തിയാൽ നമ്മളെ കൈപിടിച്ചുയർത്താൻ നമ്മുടെ ഉമ്മയും ഉപ്പയും ഉണ്ടാകില്ല. ആ സമയത്ത് വിജയിക്കണോ? നാം സ്മരിക്കുന്ന മഹാന്മാരെ പഠിച്ചു വെക്കണേ. അവരെ കുറിച്ച് മനസ്സിലാക്കല്, അവരെ കുറിച്ച് സ്മരിക്കല്, അവരെ അങ്ങ് ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കല് നമ്മുടെ തെറ്റുകളെല്ലാം മാഫാകാനുള്ള മാർഗമാണ്. നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടാനുള്ള മാർഗമാണ്. അതുകൊണ്ട് മഹാന്മാരെ പിടിച്ചു വെക്കണേ. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഹിജ്റ 512 ജനിക്കുന്നത്. ചിലയാൾക്കുള്ള സംശയമാണ്, മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മുടെ നാടുകളിൽ റാത്തീബ് നടത്തുന്നു, മഹാനവറുകളെ സ്മരിക്കുന്നു. ഈ മഹാൻ ആരാണ്? ഇതിൽ വലിയ ആൾ, പ്രായം കൊണ്ട് വയസ്സായ ആള് ആരാണ്? മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ലോകത്ത് ഔലിയാക്കളെ കൂട്ടത്തിൽ ഒന്നാമനായി ഇന്നും കിതാബുകളിൽ മഹാന്മാർ എണ്ണുന്നത് മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെയാണ്. മഹാനായ റിഫാഇ ശൈഖ് തങ്ങളെ കാലഘട്ടക്കാരനായിരുന്നു. മനസ്സിലാക്കിയെടുക്കുക. മഹാനായ റിഫാഇ തങ്ങൾ ഹിജ്റ 512 ജനിച്ചു. ഹിജ്റ 578 വഫാത്തായി. മഹാനായ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബയോഗ്രഫിയാണ്. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ ഹിജ്റ 470 ജനിക്കുന്നത്, 561 വഫാത്താകുന്നത്. എന്നാൽ ഇവർ പരസ്പരം ജീവിക്കുമ്പോൾ കണ്ടുമുട്ടിയവരാണ്. സുബ്ഹാനല്ലാഹ്, ഏകദേശം 49 കൊല്ലം ജീവിച്ചവരാണ്, ഒരുമിച്ച് ജീവിച്ച മഹാന്മാരാണ്. മഹാനായ ഇമാം അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു വരട്ടെ, മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾ സാധാരണക്കാരനായിരുന്നില്ല. അവിടുത്തെ ജനനം തന്നെ വലിയ അത്ഭുതമല്ലേ. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു നാം ജനിച്ചതുപോലെ സാധാരണ ജനനമായിരുന്നില്ല. അവിടുത്തെ ജനനത്തെ കുറിച്ച് വിശദീകരിച്ചു പറയുമ്പോ നാം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ചരിത്രം തുടക്കത്തിൽ പറയാണ്. അതാ മഹാനായ റിഫാഇ തങ്ങളുടെ ഉമ്മ അവിടുന്ന് ഗർഭിണിയായിരിക്കേ ആ ഇറാഖിലെ വലിയ പണ്ഡിതനായിരുന്നു മഹാനായ അബൂ മുഹമ്മദ് ഇബ്നു ശംബക് റളിയല്ലാഹു അൻഹു. മഹാനായ ഇബ്നു ശംബക് റളിയല്ലാഹു അൻഹു ഇറാഖിലെ വലിയ പണ്ഡിതനാണ്, വലിയ സൂഫി വര്യനാണ്, വലിയ മഹാനാണ്. ആ മഹാനെ പരസ്പരം സന്ദർശിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. മഹാന്മാരെ കാണൽ വലിയ സുന്നത്തുള്ള കാര്യമല്ലേ?
ബറക്കത്തിന് വേണ്ടി മഹാന്മാരെ കണ്ടുമുട്ടല് നല്ലതല്ലേ? മഹദിയായ റിഫായി ശൈഖ് തങ്ങളുടെ ഉമ്മ അവിടുന്ന് ഗർഭിണിയായിരിക്കുമ്പോ ആ മഹാന്റെ അടുക്കൽ പോകാമായിരുന്നു. ഏതവസ്ഥയിൽ? വഹിയ ഹാമിലുൻ, അവിടുന്ന് ഗർഭിണിയായ അവസ്ഥയിൽ ആ മഹാനായ ഇബ്നു ശംബക് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ സന്ദർശിക്കാൻ ധാരാളം പോകുമായിരുന്നു. മഹദി പറയാൻ, ഞാൻ പോകുമ്പോഴൊക്കെ മഹാനായ ഇബ്നു ശംബക് റളിയല്ലാഹു അൻഹു എന്നെ എഴുന്നേറ്റു നിന്ന് ബഹുമാനിക്കുന്നു. സുബ്ഹാനല്ലാഹ്. റിഫായി ശൈഖിന്റെ ഉമ്മ ആ മജ്ലിസിലേക്ക് കടന്നു പോകുമ്പോ മഹാനായ ഇബ്നു ശംബക് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു നിൽക്കുകയാണ്. ചരിത്രങ്ങളിൽ കാണാം, വെറും എഴുന്നേറ്റു നിൽക്കലായിരുന്നില്ല, അവിടുന്ന് ചിറകൊടിഞ്ഞുകൊണ്ട് എഴുന്നേറ്റു നിൽക്കുകയായിരുന്നു. വേറെ വിഷയത്തിൽ ഇങ്ങനെ ബിസി ആയിരിക്കുമ്പോ ഈ മഹദിയായ ഉമ്മ വന്നാൽ ആ വിഷയങ്ങൾ ഒഴിഞ്ഞു മാറ്റി ഒരു നൃത്തം അവിടെ എഴുന്നേറ്റു നിൽക്കുമായിരുന്നു. എല്ലാ വരവിലും ഇങ്ങനെ തന്നെ നീണ്ടു നിന്നു. സുബ്ഹാനല്ലാഹ്. അവസാനം മഹാനായ അബൂ മുഹമ്മദ് ഇബ്നു ശംബക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് മഹാനവറുകളെ ഈ ഇറാഖില് അങ്ങയെപ്പോലെ പണ്ഡിതനില്ലല്ലോ, അങ്ങയെപ്പോലെ മഹാനില്ലല്ലോ, എത്ര മഹാന്മാർ അങ്ങയുടെ ചാര വരുന്നു, പക്ഷേ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ലല്ലോ. പക്ഷേ ആ ഉമ്മ കടന്നു വരുമ്പോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബഹുമാനം കാണിക്കുന്നു? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബഹുമാനം കാണിക്കുന്നു? മഹാനായ ഇബ്നു ശംബക് റളിയല്ലാഹു അൻഹു മറുപടി പറയാ, അഖൂമു ലിൽ ജനീൻ അല്ലദീ ഫീ ബത്നിഹാ, ഞാൻ എഴുന്നേറ്റു നിന്നത് ആ ഉമ്മയെ ബഹുമാനിച്ചുകൊണ്ടല്ല, ആ ഉമ്മയോട് ബഹുമാനം തോന്നിയത് കൊണ്ടല്ല, മറിച്ച് അഖൂമു ലിൽ ജനീൻ, ആ ഉമ്മാന്റെ ബത്നിന്റെ ഉള്ളില്, പള്ളയുടെ ഉള്ളില് വലിയൊരു ജനീനുണ്ട്, വല്ലാത്ത ചാപ്പിള്ളയായൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ ബഹുമാനിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇജ്ലാലല്ലഹു, ആ കുഞ്ഞിനോട് എനിക്ക് വലിയ ബഹുമാനമാണ്. ആ കുഞ്ഞിനെ ബഹുമാനിച്ചത് കൊണ്ടാണ് ഞാൻ ആ ഉമ്മ കടന്നു വരുമ്പോ എഴുന്നേറ്റു നിൽക്കുന്നു. കാരണം എന്തേന്നല്ലേ? ഫഇന്നഹു അഹദുൽ മുഖറബീന ഇലല്ലാഹ്, ആ കുഞ്ഞ് അല്ലാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള മഹാനാണ്. ആ കുഞ്ഞ് അല്ലാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള മുഖറബീങ്ങളായ മഹാന്മാരിൽപ്പെട്ട ഒരാളാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇതുവരെ എഴുന്നേറ്റു നിന്നത്, ഞാൻ ബഹുമാനിച്ചത്, അത് ആ കുഞ്ഞിനെ ബഹുമാനിച്ചുകൊണ്ടാണ്. ആ കുഞ്ഞിനോടുള്ള ബഹുമാനമാണ്. എങ്ങനെ അറിഞ്ഞു മഹാനായ ഇബ്നു ശംബക് റളിയല്ലാഹു അൻഹു? സംശയം വരുന്നുണ്ടോ? സുന്നികളായ നമുക്ക് സംശയം വരുന്നില്ല. കാരണം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങളെ കൽബാകമെന്നോവർ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ ഒരാൾ ശരിക്കും മനസ്സിലാക്കിയാൽ, റബ്ബിലേക്ക് ഒരാൾ അടുത്തുപോയാൽ, ഒരാൾ റബ്ബിലേക്ക് അടുത്തുപോയാൽ, മസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ അകൂന യദം വൽ അർജുലാ. റബ്ബിനെ സ്മരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഒരാൾ നല്ല അടുപ്പം പ്രാപിച്ചു പോയാൽ, പിന്നീട് അദ്ദേഹം കാണുന്ന കണ്ണ് ഞാനാകുന്നു, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകുന്നു, അവൻ തൊടുന്ന കൈ ഞാനാകുന്നു, അവൻ നടക്കുന്ന കാല് ഞാനാകുന്നു, അവൻ സ്മരിക്കുന്ന ഹൃദയം ഞാനാകുന്നു എന്ന് അല്ലാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞ വിഷയമല്ലേ? റബ്ബിനെ ഒരുത്തൻ ശരിക്കും മനസ്സിലാക്കിയാൽ പിന്നീട് അവൻ കാണാത്ത ചില കാര്യങ്ങൾ കാണുമെന്ന വിശ്വാസമുള്ളവരല്ലേ നാം?
പറയാം. അല്ലാഹു തആല ആ വിശ്വാസത്തിൽ തന്നെ നമ്മെ നിലനിർത്തി തരട്ടെ. മഹാനായ ഇബ്നു ശംബക് റളിയല്ലാഹു അൻഹു വയറ്റിൽ കിടക്കുന്ന ആ ചാപ്പിള്ളയായ കുഞ്ഞിനെ കുറിച്ച് മനസ്സിലാക്കി പോയി. സുബ്ഹാനല്ലാഹ്. ജനിക്കുന്നതിന് മുൻപ് തന്നെ ഇറാഖിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അവിടെ നിന്നതാ സമ്മതിച്ചു പോയ മഹാനാണ്. ഇതുകൊണ്ട് തീരുന്നില്ലല്ലോ. മഹാനായ അഹ്മദുൽ കബീറുൽ റിഫാഈ റളിയല്ലാഹു അൻഹുവിനിക്കൊരു അമ്മാവനുണ്ടായിരുന്നു. ഉമ്മാന്റെ ആങ്ങള, അതായത് കാക്ക. ആ കാക്കാന്റെ പേരാണ് ശൈഖ് മൻസൂറുൽ ബത്താഹി അർ-റബ്ബാനി. ബത്തായിഹ്കാരനായതുകൊണ്ട്, ഇറാഖിലെ ബത്തായിഹ് എന്ന് പറയുന്ന പ്രദേശക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് അൽ മൻസൂറുൽ ബത്തായിഹ് എന്നാണ്. വലിയ മഹാനാണ്, അല്ലാഹുവിനെ മനസ്സിലാക്കിയെടുത്ത മഹാനാണ് മഹാനായ അഹ്മദുൽ കബീറുർ റിഫാഈ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാവനായ ആ മൻസൂറുൽ ബത്താഹി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ട്. എന്താണ് പറയുന്നത്? സുബ്ഹാനല്ലാഹ്. അവിടെന്ന് പറയാണ്, ഖിലാദത്തുൽ ജവാഹിർ എന്ന് പറയുന്ന അഹ്മദുൽ കബീറുർ റിഫാഈ റളിയല്ലാഹു അൻഹുവിന്റെ തർജുമകളെ വിശദീകരിക്കുന്ന ഒരു കിതാബുണ്ട്, ഖിലാദത്തുൽ ജവാഹിർ. ആ കിതാബിൽ പറയാണ്, മഹാനായ മൻസൂറുൽ ബത്താഹി റളിയല്ലാഹു അൻഹു റആ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. ഉറക്കത്തിൽ നേതാവായ നബി തങ്ങളെ കാണുകയാണ്. മഹാന്മാരങ്ങനെയാണ്, അവർ എല്ലാ നേരവും നബി തങ്ങളെ കാണുന്നവരാണ്. മഹാനായ ശഅറാനി റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ടേയിരുന്ന മഹാനാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ മദീനയിൽ ചില ആളുകൾ ഇങ്ങനെ ബേജാറാവുകയാണ്. യാ റഹ്മാനല്ലാഹ്, ആ നബി തങ്ങൾ പോയതിനു ശേഷം മദീനയങ്ങ് ഇരുണ്ടടിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്ത് ബേജാറാകുമ്പോ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തേ ബേജാറാകുന്നില്ല? സിദ്ദീഖ് തങ്ങളല്ല, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ആണ്. നബി തങ്ങളെ 10 വർഷം ഖിദ്മത്തെടുത്ത മഹാനാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങള് അവിടുത്തെ ബേജാറ് കാണുന്നില്ല. സ്വഹാബത്ത് ചോദിച്ചു പോയി, അല്ല അനസ് തങ്ങളെ, നബി തങ്ങളില്ലാത്ത ബേജാറ് എല്ലാ സ്വഹാബത്തിലും നാം കാണുന്നുണ്ട്, പക്ഷേ നിങ്ങളിൽ കാണുന്നില്ലല്ലോ. അനസ് തങ്ങൾ പറയാ, ഞാൻ രാത്രി ഉറങ്ങിയാൽ എന്റെ നേതാവ് വരാത്തൊരു രാത്രിയില്ല. നബി തങ്ങൾ വഫാത്തായതിനു ശേഷം ഞാൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ നേതാവായ എന്റെ മഖ്ദൂമായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കിനാവിൽ കാണാത്ത, എന്റെ കിനാവിൽ വരാത്ത നാളുകളില്ല. മഹാന്മാർ അങ്ങനെയാണ് ജീവിച്ചത്. അങ്ങനെ മഹാനായ മൻസൂറുൽ ബത്താഹി റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണ്. എപ്പോഴാണ് കാണുന്നത്? മഹാനായ അഹ്മദുൽ കബീറുർ റിഫാഈ റളിയല്ലാഹു അൻഹു ജനിക്കുന്നതിന് 40 ദിവസം മുമ്പാണ്. സുബ്ഹാനല്ലാഹ്, മഹദി ഗർഭിണിയായിരിക്കെ, ജനിക്കാൻ 40 ദിവസം ഉണ്ടായിരിക്കെ മഹാനായ മൻസൂറുൽ ബത്താഹി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, യാ മൻസൂർ, ഓ മൻസൂർ തങ്ങളെ, ഉബശ്ശിറുക, ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നത്. നല്ല സന്തോഷമുള്ളൊരു ന്യൂസ് പറയാനാണ് ഞാൻ വന്നത്. എന്താണ് ആ ന്യൂസ്? അല്ലാഹ തആല യുഅതി ഇലാ ഉഖ്തിക ബഅദ 40 യൗമാ വലദൻ യകൂൻ ഇസ്മുഹു അഹ്മദ് അർ-റിഫാഈ.
നിങ്ങളുടെ സഹോദരിക്ക് 40 ദിവസം കഴിഞ്ഞാൽ നല്ല ബർക്കത്താകപ്പെട്ടൊരു മോൻ വരാനുണ്ട്. ആ മോന്റെ പേര് അഹ്മദുൽ കബീറുൽ റിഫായി എന്നാണ്. ആ മകന്റെ പേര് അഹ്മദ് എന്നാണ്. ആ മകന് നിങ്ങളുടെ പെങ്ങളുടെ വയറ്റിൽ ജനിക്കാനുണ്ട്. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണു, മിസ്ലമാന റഅസുൽ അംബിയാ, ഞാൻ എങ്ങനെയാണോ അംബിയാക്കളുടെ നേതാവായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഞാൻ അംബിയാക്കളുടെ നേതാവായതുപോലെ സുബ്ഹാനല്ലാഹ്, ആ അംബിയാക്കളുടെ നേതാവ് ഞാനായതുപോലെ കദാലിക ഹുവ റഅസുൽ ഔലിയാ, ആ കുഞ്ഞ് ഔലിയാക്കളുടെ നേതാവാണ്. ആ കുഞ്ഞ് ചില്ലരക്കാരനല്ല, ആ കുഞ്ഞു വലിയ നേതാവാകാനുള്ള കുട്ടിയാണ്. അഹ്മദ് എന്ന് പറയുന്ന കുഞ്ഞ് ഈ ഔലിയാക്കളുടെ നേതാവാകാനുള്ള കുഞ്ഞാണ്. സഹോദരങ്ങളെ, നാം മാസം തോറും നടത്തി വരുന്ന അനുസ്മരിക്കുന്ന മഹാനായ റിഫായി ശൈഖിനെ മനസ്സിലാക്കണേ. ആ മജ്ലിസുകളിൽ അതവോടെ മജ്ലിസ് നടത്തണേ. കാരണം ആ നേതാവ് ചില്ലരക്കാരനല്ല. ജനിക്കുന്നതിന് മുൻപ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ച മഹാനാണ്. ജനിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ച മഹാനാണ്. അതുകൊണ്ട് തീരുന്നില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വഹീന യക്ബറു, ആ കുട്ടി വലുതാകുമ്പോ, ആ കുട്ടി വലുതായാൽ ഫഖുദ്ഹു വദ്ഹബ് ബിഹി ഇല ശൈഖ് അലിയിൽ ഖാരിൽ വാസിതി, ആ കുട്ടി വലുതായാൽ നിങ്ങൾ ആ കുട്ടിയെ കൊണ്ടുപോകണം. എവിടേക്കാ കൊണ്ടുപോകേണ്ടത്? അലിയിൽ ഖാരിൽ വാസിതി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകണം. മഹാനായ അലിയിൽ ഖാരി അൽ വാസിതി റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. ആ മഹാന്റെ അടുക്കൽ ആ കുട്ടിയെ കൊണ്ടുപോയി ചേർക്കണം. എന്നിട്ട് വഅതിഹി ലഹു, ആ കുഞ്ഞിനെ മഹാനായ അലിയു തങ്ങൾ കേൾപ്പിക്കണം. കൈ റബ്ബിഅഹു, ആ കുഞ്ഞിനെ ആ മഹാനായ അലിയു തങ്ങൾ അവിടെ നിന്നതാ പിന്നീട് നോക്കട്ടെ. പിന്നീടുള്ള സംരക്ഷണവും അവർക്കുള്ള ഇൽമും അറിവും നേടിക്കൊടുക്കാൻ നിങ്ങൾ അലിയുൽ ഖാരിൽ വാസിതി തങ്ങളെ തെരഞ്ഞെടുക്കണം. എപ്പോഴാ പറയുന്നത്? ജനിക്കുന്നതിന് 40 ദിവസം മുമ്പ് തന്നെ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് പറയാണ്, സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കള് ജനിച്ച് എത്ര കൊല്ലം കഴിഞ്ഞാണ് നമ്മൾ പ്ലാനിങ് തുടങ്ങുക? ആരെങ്കിലും നമ്മളോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ജനിക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തിന്റെ നേതാവ് വന്നു പറയാണ്, ഈ അഹ്മദ് എന്ന കുട്ടിയെ നിങ്ങൾ ചേർക്കേണ്ട സ്കൂൾ ഏതാണെന്നറിയോ? നിങ്ങൾ സാധാരണ സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർത്താ പറ്റൂല. ഇത് വലിയ മഹാനാണ്. ഇബ്നു ശംബഖ് തങ്ങൾ പറഞ്ഞതുപോലെ വലിയ മുഖറബീങ്ങളിൽ പെട്ട മഹാനാണ്. അതുകൊണ്ട് പോയി ചേർക്കേണ്ടത് അലിയുൽ ഖാരിൽ വാസിതി തങ്ങളുടെ ദർസിലാണ്. ആ ദർസിലേക്ക് നിങ്ങൾ ചേർക്കണേ. മഹാനായ മൻസൂർ തങ്ങൾ കിരാവില് പറയുന്നു, അൽ അംറു അംറുക്കും, നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം നബിയേ. നബിയേ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നടപ്പിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ആ കിനാവില് പറഞ്ഞതുപോലെ തന്നെ പിന്നീട് മഹാനായ അഹ്മദുൽ കബീറുൽ റിഫായി റളിയല്ലാഹു അൻഹുവിനെ 7 വയസ്സാകുമ്പോ മഹാനായ മൻസൂറുൽ ബതാഇഹ് റളിയല്ലാഹു അൻഹു അതാ കൊണ്ടുപോകുന്നു അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല്.
എന്ത് അത്ഭുതമാണ്! 7 വയസ്സാകുമ്പോ കൊണ്ടുപോയി ചേർക്കുന്നു. അങ്ങനെ ചേർത്താലോ, ഞാൻ ചുരുക്കുകയാണ്, മഹാനായ അഹ്മദുൽ കബീറുൽ റിഫാഇ റളിയല്ലാഹു അൻഹു 7 വയസ്സായപ്പോഴേക്ക് 1 കൊല്ലം കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കുകയാണ്. നമ്മുടെ 7 വയസ്സുള്ള കുഞ്ഞിനെ നോക്കുക. നമ്മളെ കുഞ്ഞിനെ പോലെയുള്ള കുഞ്ഞല്ലല്ലോ, വല്ലാത്ത അത്ഭുതങ്ങളുള്ള മഹാനല്ലേ. ആ മഹാന് 7 വയസ്സാകുമ്പോ അവിടുന്ന് ഖുർആൻ മൊത്തം ഹിഫ്ളാക്കുന്നു, ഖുർആൻ ഹിഫ്ളാക്കുകയാണ്. അങ്ങനെ പഠിച്ചു വളരുകയാണ് മഹാനായ അഹ്മദുൽ കബീറുൽ റിഫാഇ റളിയല്ലാഹു അൻഹു. വളർന്നു മറ്റുള്ള മക്കളെ പോലെയല്ല, ബാക്കിയുള്ള മക്കളിൽ നിന്ന് വിപരീതമായ രീതിയിൽ എല്ലാ വിഷയത്തിലും വലിയ അഗ്രഗണ്യനാവുകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ശാഫിഈ ഫിഖ്ഹിലെ പണ്ഡിതനല്ലേ. ഇംറാൻ തങ്ങളുടെ വലിയ ഗ്രന്ഥമായ തംബീഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തെ മനപ്പാഠമാക്കിയ മഹാനാണ്. മഹാനവറുകൾ വലിയ പാണ്ഡിത്യം നേടുകയാണ്. മഹാനായ അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ തന്നെ ധാരാളം ഇൽമു പഠിക്കുന്നു. സുമ്മ തഫഖഹ ഫീ മദ്ഹബി ശാഫിഈ, നമ്മുടെ മദ്ഹബായ ശാഫിഈ മദ്ഹബിലദാ അഗ്രഗണ്യനായ പണ്ഡിതനാകുന്നു. മാത്രമല്ല സുമ്മ തസവ്വഫ, പിന്നീട് തസവ്വുഫ് പഠിക്കുന്നു, പിന്നീട് സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നു. വജാഹദ ഫീ നഫ്സിഹി, സ്വന്തം ശരീരത്തോടുള്ള യുദ്ധം തുടരുന്നു. നാം ചെയ്യാത്ത കാര്യമാണ് ജാഹദ ഫീ നഫ്സിഹി. മഹാനവറുകൾ സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്യുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ജിഹാദുൻ നഫ്സാണ്. അത് നിന്റെ തടിയോടുള്ള ജിഹാദാണ്, നിന്റെ തടീച്ചയോടുള്ള ജിഹാദാണ്. വഖാലിഫിൻ നഫ്സ വശൈത്താന വഅസിഹിമാ വഇൻഹുമാ മഹളാ കന്നുസ്ഹ ഫത്തഹിമീ. നീ ശൈത്താനിനെയും നിന്റെ തടീച്ചയെയും എതിർക്കുന്നവനാകണേ. ശരീരം ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായി ചെയ്യുന്നവരാകണം. മഹാനായ അഹ്മദുൽ കബീറുൽ റിഫാഇ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്ത ആളാണ്. നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്റെ തടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം അതിനെ തെറ്റിദ്ധരിക്കണം എന്നാണ് മഹാനായ ഇമാമുൽ ബൂസീരി റളിയല്ലാഹു അൻഹു പറയുന്നു. ഫത്തഹിമി, നീ അതിനെ ഒരിക്കലും സ്വീകരിക്കണ്ട. നമ്മളോട് നമ്മുടെ തടി പറയുന്നു, രാവിലെ നല്ല തണുപ്പുണ്ട്, എഴുന്നേൽക്കണ്ട. എഴുന്നേൽക്കാൻ മനസ്സ് വരുന്നില്ല. അത് നമ്മുടെ തടിയുടെ ലാഞ്ചനങ്ങളാണ്. എന്റെ ചെറിയ മോന് 9 വയസ്സുള്ള എന്റെ കുഞ്ഞതാ സുബഹിക്ക് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. ഉമ്മ വിചാരിക്കുകയാണ്, എന്റെ മോന് ചെറിയ കുഞ്ഞല്ലേ, ആ കുഞ്ഞൊന്ന് ഉറങ്ങിക്കോട്ടെ, രാത്രി വളരെ വൈകി ഉറങ്ങിയതല്ലേ. എന്റെ മോന് രാത്രി ഫുള്ളതാ ജോലിക്ക് പോയി വന്ന് ഉറങ്ങിയതല്ലേ, ആ മോനൊന്ന് വിശ്രമിച്ചോട്ടെ, അവനൊന്ന് സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഓ ഉമ്മ, നിന്റെ മോന് നാളെ ആഖിറത്തിലെത്തുമ്പോ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ട ഉമ്മയെ തടഞ്ഞു നിർത്തി വിചാരണം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ. 7 വയസ്സാകുമ്പോ നിങ്ങളുടെ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്ന് പഠിപ്പിച്ച ദീനാണ് ഇസ്ലാം. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, 7 വയസ്സായ കുഞ്ഞ്, അതായത് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു, ഇപ്പൊ മദ്രസയിൽ 2ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞ് ആർക്കെല്ലാം ഉണ്ടോ അവർ ആ കുഞ്ഞിനെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ആര് കൽപ്പിക്കുന്നുണ്ട്? ഫിഖ്ഹിൽ ചർച്ച കാണാം, മഹാന്മാർ ചർച്ച ചെയ്യുന്നു. അവരെ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ മോനെ നിസ്കരിക്കുന്നു 1 വട്ടം പറഞ്ഞാൽ മതിയാകുമോ? മഹാന്മാർ പറയുന്നു ഒരിക്കലും പറ്റൂല, മറിച്ച് ഓരോ നിസ്കാരത്തിനും കൽപ്പനയുണ്ടാകണം. ഇല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ ആഖിറത്തിൽ ഉത്തരം പറയേണ്ടി വരും.
നിന്റെ മോന് ളുഹുർ ബാങ്ക് കൊടുക്കുമ്പോ ളുഹുർ നിസ്കരിക്കാൻ കൽപ്പിക്കണം, അസർ ബാങ്ക് കൊടുക്കുമ്പോ പിന്നെയും കൽപ്പിക്കണം, മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോ പിന്നെയും കൽപ്പിക്കണം, ഇശാഇന് പിന്നെയും കൽപ്പിക്കണം, സുബ്ഹിക്ക് എഴുന്നേൽപ്പിച്ചു കൽപ്പിക്കണം. ഇങ്ങനെ തുടർച്ചയായ കൽപ്പനയാണ് നിർബന്ധമായത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ എന്റെ മോന് 7 വയസ്സാകുമ്പോ ഞാനൊരു നിസ്കാരം പോലും ഒഴിവാക്കാൻ വിട്ടിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള രക്ഷിതാവാരാണ്. പിന്നീട് നമുക്ക് പരാതികളാണ്. എന്റെ മോന് നിസ്കരിക്കുന്നില്ല, എന്റെ മോന് പറയുന്നത് കേൾക്കുന്നില്ല. പരാതികൾ പറയുന്നതിന് മുൻപ് ഇസ്ലാം പഠിപ്പിച്ച മാർഗം സ്വീകരിക്കുന്നവരാകണേ. അതുകൊണ്ട് നല്ല കൽപ്പനയുള്ളവരാകണം. അതുകൊണ്ട് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു സിഫത്താണ്, അവിടുത്തെ വിശേഷണമാണ്. അവിടുന്ന് തടീച്ചയെ എതിർക്കുന്ന ആളായിരുന്നു. വജാഹദ ഫീ നഫ്സിഹി, അവിടുത്തെ നഫ്സിനോട് വല്ലാത്ത എതിർപ്പുള്ള ആളായിരുന്നു. സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്യുന്ന മഹാനായിരുന്നു. അങ്ങനെ യഥാ നല്ല സൂക്ഷ്മതയിലൂടെ വളർന്നു വരികയാണ്. അങ്ങനെ വളർന്നു വരുന്നു. 28 വയസ്സാകുമ്പോഴേക്ക് ബഗ്ദാദിലുള്ള സർവ്വ പണ്ഡിതന്മാരും അലിയുൽ ഖാരി ഉൾപ്പെടെയുള്ള സർവ്വ മഹാന്മാരും അവരുടെ കൈകളിലുള്ള സർവ്വ ത്വരീഖത്തുകളും മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് നൽകിപ്പോയി. വെറും 28 വയസ്സാകുമ്പോഴേക്ക് ഇമാം മഹാനായ റിഫായി തങ്ങൾക്ക് ബഗ്ദാദിലെ സർവ്വ മഹാന്മാരും അവിടെ നിന്ന് ഇജാസത്ത് കൊടുക്കുകയാണ്. സർവ്വ ത്വരീഖത്തിന്റെയും ഇജാസത്ത് കൊടുക്കുകയാണ്. സർവ്വ ദിക്റിന്റെ ഇജാസത്ത് കൊടുക്കുകയാണ്. അത്രയും വലിയ മഹാനാണ്. ഇത്ര വലിയ സ്ഥാനം ലഭിച്ചില്ലേ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന് ഇത്ര വലിയ സ്ഥാനം ലഭിക്കാനുള്ള കാരണം എന്താണ്? വെറും ഉറങ്ങിയത് കൊണ്ട് ഉണ്ടാക്കി വെച്ച കാരണമല്ല, മറിച്ച് അവിടുത്തെ ജീവിതം അത്രയും പുണ്യമേറിയ ഒരു ജീവിതമായിരുന്നു. നമുക്കറിയാം മഹാനായ ഖാദി ഇയാദ് തങ്ങൾ ഉൾപ്പെടെയുള്ള സർവ്വ ആശിഖീങ്ങളും പറഞ്ഞ മാർഗമാണ്, നിങ്ങൾ വിജയിക്കണോ തഖല്ലഖൂ ബി അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാകണം. വിജയിക്കാനുള്ള ഒരു മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാകണം. ആ സ്വഭാവമുള്ളവരാണോ നാം വിജയിച്ചവരാകുന്നു. സുബ്ഹാനല്ലാഹ്. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും. ഇന്നു തന്നെ മാറ്റണേ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്വേഷം പിടിക്കാറുണ്ടായിരുന്നില്ല. ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നു, നബിയേ എനിക്ക് വസിയത്ത് നൽകണേ, എന്നെയൊന്ന് ഉപദേശിക്കണേ. നബി തങ്ങൾ പറയുന്നു, ലാ തഗ്ളബ്, നീ ദ്വേഷപ്പെടരുത്, നീ ആരോടും മർഷം കാണിക്കരുത്. വീണ്ടും സ്വഹാബി ചോദിക്കുന്നു, ഇനിയും വേണം. എന്നിട്ട് വീണ്ടും പറയാണ്, ലാ തഗ്ളബ്, നീ ദ്വേഷപ്പെടരുത്. വീണ്ടും സ്വഹാബി ചോദിക്കുന്നു, ഉത്തരം അത് തന്നെയാണ്, ലാ തഗ്ളബ്, നീ ദ്വേഷപ്പെട്ടു പോകണ്ട, ആരോടും ദ്വേഷമുള്ളവരാകരുതേ. പെട്ടെന്ന് കൊടഞ്ഞു മാറ്റുന്ന സ്വഭാവം വേണ്ട. ചില ആളുകൾ അഭിമാനത്തോടെ പറയുന്ന വിഷയങ്ങൾ കാണാം, വലിയ ഗൗരവമുള്ളവരെ പോലെ. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ എന്റെ മക്കൾ പിന്നെ ഒരക്ഷരം മിണ്ടാരില്ല. ഞാൻ കടന്നുപോയാ പിന്നെ എന്റെ വീട്ടിൽ എത്ര തമാശ കളിക്കുന്നവരാണെങ്കിലും അവർ പിന്നെ മിണ്ടാരില്ല എന്ന് ചിലപ്പോ ചില വാപ്പന്മാർ അഭിമാനം പറയാറുണ്ട്. മഹാനായ തങ്ങൾ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തആല തങ്ങൾ ഉസ്താദിന് ഇനിയും അഹ്ലുസുന്നക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
അപ്പൊ മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് ഞാൻ നിർത്തുകയാണ്. ഇത്രയും വലിയ സ്ഥാനം കിട്ടിയത് വെറുതെയല്ല, മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാന്മാരായ അന്നത്തെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ പറയുന്നു, ഖിലാദത്തുൽ ജവാഹിർ വിശദീകരിക്കുന്നുണ്ട്, വഖദ് ഖാല മശായിഖു അഹ്ലി അസ്രിഹി കുല്ലു മാ ഹസല ലി അഹ്മദ് ഇബ്നു റിഫായി മിനൽ മഖാമാത്ത്. മഹാനായ റിഫായി തങ്ങൾക്ക് ഇത്രയും സ്ഥാനം ലഭിക്കാനുള്ള കാരണം എന്തെന്നറിയോ? മഹാനായ അഹ്മദുൽ കബീർ റിഫായിക്ക് ഇത്രയും വലിയ സ്ഥാനം ലഭിക്കാനുള്ള കാരണം ഇന്നമാ ഹുവ മിൻ കസറത്തി ശഫഖതിഹി അലൽ ഖൽഖ്, സൃഷ്ടികളോട് വല്ലാത്ത കാരുണ്യമുള്ള ആളാണ്. അവർ പറയുന്നത് ഇന്നമായിട്ടാണ്, അത് മാത്രമാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വിജയിക്കാനുള്ള ഒറ്റ കാരണം അവിടുന്ന് സൃഷ്ടികളോട് വലിയ കാരുണ്യമുള്ള ആളാണ്. ഞാൻ വലിയ ബമ്പനാണെന്ന ചിന്ത വേണ്ട, ജനങ്ങളോടും സൃഷ്ടികളോടും നല്ല മാന്യമായ പെരുമാറ്റമുള്ളവരാകണം. അതാണ് ഞാൻ പറഞ്ഞത്, തഖല്ലഖൂ ബി അഖ്ലാഖി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം കൊണ്ടുവരണേ. അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ സ്വഭാവം അതായിരുന്നു. അതുമാത്രമല്ല, വദുല്ലി നഫ്സിഹി, സ്വന്തം ശരീരത്തിനെ താന്നു കാണുന്ന ആളായിരുന്നു. ഇത്ര വലിയ മഹാനായിട്ട് പോലും ഞാൻ വലിയവനാണെന്ന ചിന്തയില്ല, ഞാൻ വലിയവനാണെന്ന ബോധമില്ല. സുബ്ഹാനല്ലാഹ്. ശഅറാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് റിഫായി ശൈഖിന്റെ തർജുമ എഴുതുമ്പോ അവിടെ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങള് നാട്ടിലെ കുഷ്ഠരോഗം പിടിച്ച നായകളുണ്ടല്ലോ, ആ നായകളെ കാണുമ്പോ അതിന് മരുന്നു കെട്ടിവെക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. നായകൾ രോഗത്തിൽ ഇങ്ങനെ പോകുന്ന കണ്ട അപ്പ പോയിട്ട് അതിന് ശിഫയാകാനുള്ള മരുന്ന് പുരട്ടി കൊടുക്കും. ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നു. ആരാണ്? ഇറാഖിലെ വലിയ പണ്ഡിതനാണ്. 28 വയസ്സാകുമ്പോ ത്വരീഖത്ത് വാങ്ങിയ മഹാനാണ്. ഷാഫിഈ ഫിഖ്ഹിലെ വലിയ അഗ്രഗണ്യനായ ഫഖീഹാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ബഗ്ദാദിന്റെ തെരുവോലയങ്ങളില് ഇതാ നായകളെ കണ്ടാൽ ശുശ്രൂഷിക്കുമായിരുന്നു. അങ്ങനെ ചിലപ്പോ അതാ മഹാനായ അഹ്മദുൽ കബീർ റിഫായി നായകളെ അവിടുന്ന് അതിന് മരുന്ന് കെട്ടിവെക്കാൻ അവിടുന്ന് ശ്രമിക്കുമ്പോ ആ നായകൾ പേടിച്ചോടുകയാണ്. നമ്മെ ഉപദ്രവിക്കാൻ വരുന്നതാണോ? ആ സമയത്ത് മഹാനവറുകൾ പറയുന്നു, മുബാറക്കുൻ ഐ മുബാറക്കുൻ ഐ മുബാറക്കുൻ ഇന്നമാ ഉരീദു മുദാവമതക. ഓ ബർക്കത്താകപ്പെട്ട ജീവിയെ, ഓ നല്ല ആളെ, ഞാൻ ഉദ്ദേശിക്കുന്നത് നിനക്ക് മരുന്നു തരാനാണ്. സുബ്ഹാനല്ലാഹ്. നായയോടുള്ള പെരുമാറ്റമാണ്, ജനങ്ങളോടുള്ള പെരുമാറ്റമല്ല, എന്റെ ചങ്ങാതിയോടുള്ള പെരുമാറ്റമല്ല, ഉമ്മയോടുള്ള പെരുമാറ്റമല്ല, ഭാര്യയോടുള്ള പെരുമാറ്റമല്ല. സ്വന്തം ഉമ്മ വയസ്സായി വീട്ടിലുണ്ടാകുമ്പോ ആ ഉമ്മയോട് കയറ്റി സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? നീ നബിതങ്ങളുടെ സ്വഭാവമുള്ളവനല്ല. മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ഈ മജ്ലിസിൽ വന്നിരുന്നവനാണോ? നമുക്ക് മാറ്റം വേണോ? ആ സ്വഭാവം മാറ്റണേ. സ്വന്തം ഭാര്യയാണെന്ന പേരിൽ, സ്വന്തം കെട്ടിയവളാണെന്ന പേരിൽ അവളെ അങ്ങ് ചവച്ച് തുപ്പാൻ അധികാരമില്ല. സ്വന്തം മക്കളാണെന്ന പേരിൽ അവരെ തല്ലിക്കൊല്ലാൻ നമുക്ക് അധികാരമില്ല. എല്ലാവരോടും കാരുണ്യമുള്ളവരാകണം. മഹാനായ റിഫായി ശൈഖ് പറയാണ്, ഐ മുബാറക്കുൻ ഇന്നമാ ഉരീദു മുദാവമതക. നിനക്ക് മരുന്ന് കെട്ടാനാണ് ഞാൻ വന്നത്. ഇങ്ങനെ മാന്യമായ സ്വഭാവമുള്ളത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കെല്ലാം പരിചയമുള്ള ഒരു ചരിത്രമല്ലേ? ഒരു കുഷ്ഠരോഗമുള്ള നായ ഉമ്മു അബീദ എന്ന് പറയുന്ന നാട്ടിൽ ഇങ്ങനെ പോകുമ്പോ ആരും തെരഞ്ഞു നോക്കാനില്ല. ആ സമയത്ത് റിഫായി ശൈഖ് നായെ കൊണ്ടുപോവുകയാണ്.
കൊണ്ടുപോയതാ ഒരു മലന്തരിയിൽ കൊണ്ടുപോയ ഒരു ടെന്റ് ഇടുന്നു. നമുക്കറിയുന്ന ചരിത്രമാണ്. 40 ദിവസം ആ പട്ടിയെ ശുശ്രൂഷിക്കുകയാണ്, മരുന്ന് കെട്ടിവെക്കുകയാണ്. പറയുന്നുണ്ട് വളറബമളില്ല, ടെന്റ് കെട്ടുന്നു, വയുദ്ഹിനുഹു, എന്നിട്ട് നല്ല കാഴ്ച എണ്ണ അങ്ങ് തേച്ചു കൊടുക്കുന്നു. ഇങ്ങനെ 40 ദിവസമാകുമ്പോ ആ നായ ഉഷാറാവുകയാണ്. ഉഷാറായ നായയുമായി മഹാനായ നാട്ടിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്നപ്പോ ജനങ്ങൾ ചോദിച്ചു, അല്ല റിഫായി തങ്ങളെ, എന്ത് പണിയാ നിങ്ങൾ കാണിച്ചേ? 40 ദിവസം നിങ്ങളൊരു നായക്ക് വേണ്ടി പോയതാണോ? ആ സമയത്ത് മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ മറുപടി കേൾക്കണ്ടേ? അവിടെന്ന് പറയാൻ, നഅം, അതെ, ആ നായക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ 40 ദിവസവും ചെലവാക്കിയത്. കാരണം ഖിഫ്തു അൻ യുആഖിദനി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിലെത്തുമ്പോ അതിന്റെ പേരിൽ എന്റെ റബ്ബെന്നെ ശിക്ഷിച്ചാലോ, എനിക്ക് അദാബുകൾ തന്നാലോ, എന്നിട്ട് എന്നെ ശിക്ഷിക്കുമ്പോ എന്റെ റബ്ബെന്നോട് പറയാൻ, അമാ ഇൻദക റഹ്മത്തും ബിഹാദൽ കൽബ്, ആ നായയോട് ഒരിപ്പം നിനക്ക് കരുണയുണ്ടായില്ല അല്ലേ? അല്ല അഹ്മദേ, നിന്റെ നാട്ടിലൊരു നായി വിഷമിച്ചു പോകുമ്പോ ആ നായക്ക് കരുണ കാണിക്കാനുള്ള കരുണ നിന്റെ അടുക്കലില്ല അല്ലേ? അമാ തഖ്ശാ അൻ നബ്തലീക ബിമാ ബിമബ്തലൈതു ബിഹി ഹദൽ കൽബ്, ഈ നായയെ പരീക്ഷിച്ചതുപോലെ നിന്നെയും പരീക്ഷിക്കാൻ അധികാരമുള്ളവനാണ് റബ്ബ് എന്ന ഒരു ധാരണ നിനക്ക് വന്നില്ല അല്ലേ? എന്ന് നാളെ ആഖിറത്തിലെത്തിയ അവിടെ എന്റെ റബ്ബ് ചോദിച്ചാൽ അതിന് അധികാരം പറയാൻ, അതിന് എതിര് പറയാൻ ഈ ഉഹൈമിദിനിക്ക് സാധിക്കുമോ? ഈ അഹ്മദിനിക്ക് സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. അഹ്മദുൽ കബീരിനിക്കത് സാധ്യമല്ല. അങ്ങനെ നല്ല പെരുമാറ്റമുള്ള ആളായിരുന്നു. ഞാൻ നിർത്തുകയാണ്. മഹാനായ തങ്ങൾ വന്നു അവസാനം ഒരു ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാണ്. മഹാനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോക പ്രശസ്ത ഗ്രന്ഥമായ ജാമിഉ കറാമാത്തിൽ ഔലിയാ എന്ന് പറഞ്ഞ് സർവ്വ ഔലിയാക്കളുടെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ ഒരാൾ കടന്നു വരികയാണ്. ഒരു വ്യക്തി അങ്ങ് കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ അഹ്മദൽ കബീർ റിഫായി, ഓ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ, മൽ ഇഷ്കു യാ വലിയല്ലാഹ്. ഇഷ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മഹാനവറുകളെ? മൽ ഇഷ്കു യാ വലിയല്ലാഹ്. സ്നേഹം എന്നാൽ എന്താണ്? ഹുബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് മഹാനവറുകളെ എന്നങ്ങ് പറഞ്ഞപ്പോഴേക്ക് മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എഴുന്നേറ്റ് നിന്നുകൊണ്ടതാ കൈകൾ താഴോട്ടാക്കി അല്ലാഹ് 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 എന്നങ്ങ് പറയാൻ തുടങ്ങുകയാണ്. പറയാൻ പറ്റുന്നില്ല. ഇടരുന്ന നാവുകളിലൂടെ അല്ലാഹ് 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 എന്ന് പറയുമ്പോ തന്റെ ശരീരം ഉരുകാൻ തുടങ്ങുകയാണ്. തന്റെ ശരീരം ഉരുകിപ്പോയി. അങ്ങനെ ഉരുകുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം അവർ അത്രത്തോളം സ്നേഹിച്ചുപോയി. ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്
അല്ലാഹു വജിലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങളെ അടുത്ത് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വന്നാൽ, റബ്ബിന്റെ പേരങ്ങെടുത്താൽ അവരുടെ ഹൃദയങ്ങൾ അതാ വജിലത് ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ വിടവിട വിറക്കുകയാ. മഹാനായ റിഫായി ശൈഖ് അങ്ങനെയല്ലേ ആ റബ്ബിനെ കുറിച്ച് പറയുകയാണ്. ഇഷ്ക് എന്ന് പറഞ്ഞാൽ കൗമാരപ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെ സ്നേഹിക്കലല്ല, നാറിയ ദുനിയാവിനോടുള്ള സ്നേഹമല്ല. സ്നേഹിക്കാൻ വലിയ റാഹത്താണ്, നല്ല ചാറ്റു ചെയ്യാൻ വലിയ സന്തോഷമാണ്, നല്ല ചാറ്റിംഗ് നടത്താൻ വലിയ കുളിർമയാണ്, അന്യവരെ നോക്കൽ വലിയ റാഹത്താണ്, ഹറാമു പ്രവർത്തിക്കൽ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാ. ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ലോ, ഇതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലോ, എല്ലാം അറിഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിനോടുള്ള യുദ്ധമാണ്. നാറിയ ദുനിയാവിനോട് സ്നേഹം വെച്ചുകൂടാ, ഹറാമായ ബന്ധങ്ങൾ ചെയ്തുകൂടാ. അങ്ങനെ റബ്ബിനെ ഓർത്തുകൊണ്ടതാ ശരീരം മുരുകാൻ തുടങ്ങുന്നു. ആ സമയത്ത് വന്ന ആളതാ ഒരു ദഫെടുത്ത് മുട്ടുകയാണ്. നാം ഇന്ന് മുട്ടിയ ദഫില്ലേ, അത് ഒരിക്കലും ബിദ്അത്തല്ല. മഹാനായ റിഫായി ശൈഖ് ഉരുകാൻ തുടങ്ങുമ്പോ ആ വന്ന ആള് ദഫ് മുട്ടാൻ തുടങ്ങുകയാണ്. അങ്ങനെ ദഫ് മുട്ടാൻ തുടങ്ങിയപ്പോ മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഉരുകിയ ശരീരം എഴുന്നേറ്റ് നിൽക്കുന്നു. ആ ദഫിനോട് വലിയ ഇഷ്കുള്ള ആളായിരുന്നു. സഹോദരങ്ങളെ, മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്, മഹാനായ റിഫായി ശൈഖ് മരിച്ചതിനു ശേഷം ആ മയ്യിത്തിന്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും ദഫ് മുട്ടിയിരുന്നുവെങ്കിൽ മയ്യിത്തായ റിഫായി ശൈഖ് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അത്രത്തോളം ദഫുമായി ബന്ധമുള്ള ആളാണ് നമ്മുടെ ദഫ് റാത്തീബ് നടത്തുന്ന മുഹമ്മദ് ഉസ്താദ്. നമ്മുടെ മൂലയിലെ മുഹമ്മദ് ഉസ്താദ് നമ്മുടെ നാട്ടിലും നടത്തുന്നുണ്ട്. അതൊരിക്കലും ബിദ്അത്തല്ല കേട്ടോ, മഹാന്മാർ പഠിപ്പിച്ചു വന്ന വഴിയാണ്. ആ ദഫ് മുട്ടുമ്പോ അല്ലാഹ് 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 എന്ന് പറയുമ്പോ, എനിക്ക് ഭക്ഷണം തരുന്ന റബ്ബ്, എനിക്ക് വാഹനം തന്ന റബ്ബ്, എനിക്ക് മക്കളെ തന്ന റബ്ബ്, എനിക്ക് വേണ്ടതെല്ലാം തരുന്ന റബ്ബ്, നാളെ ആഖിറത്തിലെത്തിയാൽ എന്നോട് ചോദിക്കാതെ സ്വർഗം തരേണ്ട റബ്ബ്, ആ റബ്ബിനെ ഓർത്തുകൊണ്ടാകണം നമ്മുടെ ആ റാത്തീബുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചില്ലേ, നബിയെ എന്താണ് ഇഹ്സാൻ? റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമൽ എന്താണ് നബിയെ? ഏത് റാത്തീബാണ് റബ്ബ് സ്വീകരിക്കുക? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞ മറുപടി അറിയില്ലേ, നീ നിന്റെ രാജാവായ റബ്ബിനെ മുമ്പിൽ കാണുന്നത് പോലെ. അവിടെ നബി തങ്ങൾ പറഞ്ഞത് അല്ലാഹു നിന്നെ കാണുന്നത് പോലെ എന്നല്ല, മറിച്ച് നീ നിന്റെ റബ്ബിനെ കാണുന്നത് പോലെ. നിന്റെ റബ്ബ് നിന്റെ മുമ്പിൽ വന്നു നിന്നാൽ നിന്റെ നിസ്കാരം എങ്ങനെയാകും, നിന്റെ റാത്തീബുകൾ എങ്ങനെയാകും, നിന്റെ റാത്തീബുകൾ എങ്ങനെയാകും സഹോദരാ? ആ നിലക്കുള്ള റാത്തീബുകളാവണം, ആ നിലക്കുള്ള മജ്ലിസുകളാവണം, ആ നിലക്കുള്ള ഇബാദത്തുകളാകണം. മഹാന്മാരെ സ്മരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ല. ആ മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ വിളിച്ചാൽ നമുക്ക് നൽകാത്തതായി ഒന്നുമില്ല. മഹാന്മാരായ അവിടുത്തെ മുരീദുകളുടെ ധാരാളം ചരിത്രങ്ങളുണ്ട്. പ്രയാസം വന്നപ്പോ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ വിളിച്ചപ്പോ ഒരു മുരീദ് അതാ പട്ടിണി കിടന്നുകൊണ്ട് ജാമിഉ കറാമാത്തിൽ ഔലിയായിൽ വിശദീകരിക്കുന്നുണ്ട്. വല്ലാതെ പ്രയാസം നേരിട്ടപ്പോ അവിടുന്നതാ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ഓർക്കുകയാണ്. എന്റെ നേതാവായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ എന്നെ ഒന്ന് സഹായിക്കണേ എന്നോർക്കുമ്പോ അതാ വരുന്നു ഹയ്യത്തുൻ, ഒരു പാമ്പ് വരികയാണ്. ആ പാമ്പിന്റെ തൊള്ളയിൽ ഒരു കെട്ടുണ്ട്. ആ നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് നിങ്ങൾക്ക് ഹദിയയാണ്, എന്റെ ശൈഖിൽ നിന്നുള്ള ഹദിയയാണ്.
പാമ്പുകളെ കൂട്ടത്തിലും മുരീദന്മാരുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലുന്നില്ല. അതുകൊണ്ട് മഹാന്മാരെ സ്മരിക്കലല്ലാതെ മുജാലസാത്തുസ്സാലിഹീനൽ ഫുള്ളലാ, മഹാന്മാരെ അനുസ്മരിക്കലല്ലാതെ അവരെ ബഹുമാനിക്കലല്ലാതെ നമുക്ക് വിജയിക്കാൻ ഒരു മാർഗവും ഇല്ല. അല്ലാഹു തആല തങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ധാരാളം പാപം ചെയ്തവരാണ്. ചെയ്തു പോയ പാപങ്ങൾ കാരണം നീ നമ്മളെ ദുനിയാവിൽ വെച്ച് ശിക്ഷിക്കല്ല അല്ലാ, പരീക്ഷിക്കല്ല അല്ലാ. നാം ചെയ്ത ഹറാമ് കാരണം നമ്മളെ മക്കളെ നീ തെമ്മാടികളാക്കല്ല അല്ലാ. നാം സ്മരിക്കുന്നത് കുറഞ്ഞതുപോയ കാരണം നമ്മുടെ കുടുംബക്കാരെ നീ വിഷമത്തിലാക്കല്ല അല്ലാ. നാം ചെയ്ത തെറ്റുകാരണം, നാം സ്മരിക്കാത്തതിന്റെ കാരണം നമ്മുടെ ആഖിബത്ത് നീ മോശമാക്കരുത് അല്ലാ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ധാരാളം ആൾക്കാർ ഇന്ന് ഖബറിലാണ്. പ്രത്യേകിച്ചും എൻ്റെ ഉപ്പാപ്പവും മാമയും ഇതേ മഖബറയിലാണ്. അതുപോലെ നമ്മുടെ ധാരാളം മാതാപിതാക്കൾ ഈ ഖബറുകളിലുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാ, നാം ചെയ്യുന്ന തെറ്റുകൾ കാരണം അവരെ നീ പ്രയാസപ്പെടുത്തല്ല റഹ്മാനേ. നാം ചെയ്ത അഅ്മാലുകൾ മിസ്ലി സവാബ് ആ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. നമ്മുടെ ആഖിബത്ത് നന്നാക്കണം റഹ്മാനേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലൻ തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്കും എൻ്റെ മാതാപിതാക്കൾ ഉസ്താദന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.